ഹായ്, നമ്മുടെ ഒരു വർക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോവാണ്, ഒന്ന് കണ്ടാലോ? ഹായ് നമസ്കാരം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ എറണാകുളം ആലുവയ്ക്കാണ്. അങ്ങനെ നമ്മുടെ ഹൗസ് വാമിംഗ് നടക്കുന്ന വീട്ടിലേക്ക് ഞങ്ങൾ കാലത്ത് തന്നെ എത്തിയിട്ടുണ്ടേ. ഞങ്ങൾ വളരെ ആകാംക്ഷയിലാണ് നമ്മുടെ പെയിൻറ്റിങ്സൊക്കെ തന്നെ വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്തേക്കുന്നത് കാണാനായിട്ട്. അതിനു മുൻപ് നമ്മുടെ വീടിൻ്റെ പേരൊന്ന് കണ്ടാലോ? ശ്രീ മാധവം എന്നാണ് നമ്മുടെ വീടിൻ്റെ പേര്. വീടിനുള്ളിലോട്ട് കയറുമ്പോൾ അത്യാവശ്യം വളരെ ഭംഗിയിൽ തന്നെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമുക്കിനി ഉള്ളിലോട്ട് പോവാം. പോകുമ്പോൾ തന്നെ ലിവിങ് റൂമിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ കാണുന്ന ചിത്രം അനന്തശയനമാണ്. 8:4 നമ്മൾ ഈ ചിത്രം ചെയ്തിട്ടുള്ളത്. അനന്തശയനം ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് അത്യാവശ്യം വലിയ ക്യാൻവാസ് ആണെങ്കിൽ എല്ലാ പേരും ഉൾപ്പെടുത്താൻ കഴിയും. പ്രധാനമായും അനന്ത ഭഗവാന്റെ മടിയിലായിട്ട് നമ്മുടെ ലക്ഷ്മി ദേവിയും, ലക്ഷ്മി ദേവിയുടെ മടിയിലായിട്ട് ഭഗവാനും, ഭഗവാന്റെ കാലുകൾ ഭൂമിദേവിയുടെ മടിയിലായിട്ടും, നാഭിയിൽ നിന്ന് ബ്രഹ്മാവിനെയും മഹർഷിയെയും ലോകത്തെ തന്നെ സൂചിപ്പിക്കാനായിട്ട് കഥയുടെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ചിത്രം രചിക്കണമെങ്കിൽ അത്യാവശ്യം വലിയ ക്യാൻവാസ് ആയിരിക്കണം. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു ചിത്രം കണ്ടാലോ? അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചിത്രം കാണാൻ പോവാണ്. ഇതൊരു ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ള വീടായതുകൊണ്ട് തന്നെ 4 കെട്ടിനോട് ചേർന്നിട്ടുള്ള പൂജാമുറിയുടെ മുകളിലാണ് ഈ ശ്രീ ദൃഷ്ടി ഗണപതി ഭഗവാന്റെ ചിത്രം വരച്ചിട്ടുള്ളത്. കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞതുപോലെ നിറങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തിയൊക്കെയാണ് ഞങ്ങൾ ഈ ചിത്രം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചിത്രം കൂടി കാണാൻ പറ്റും. ഈ ചിത്രം സരസ്വതി ദേവിയുടെ ചിത്രമാണ്. ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. കസ്റ്റമർ ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ചിത്രം ഇതാണ്. 1 വർഷം എടുത്താണ് സത്യത്തിൽ ഞങ്ങൾ ഈ ചിത്രം എല്ലാം പൂർത്തീകരിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് മറ്റു വർക്കുകളുള്ളപ്പോൾ സമയം പോലെ ചെയ്താൽ മതി എന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നായിരുന്നു. ഞങ്ങളെ സമീപിക്കുന്ന മിക്കവാറും കസ്റ്റമറെല്ലാം ഞങ്ങൾക്ക് ഒരു ഫാമിലി പോലെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരാറുണ്ട്. അതുപോലെ ഇവിടെയും നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ നമ്മുടെ ഈ 4 കെട്ടിൽ നിന്ന് നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ചിത്രങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ അവിടെ പൂജ നടന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വലിയ ചിത്രം കാണുകയാണ്. ഈ വലിയ ചിത്രം ഏകദേശം നമ്മളെക്കാൾ ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഏകദേശം അതുപോലെ തന്നെ 8 അടിക്ക് മേളിൽ ഉയരവും 4 അടിക്ക് മേൽ വീതിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം 3 ഇഞ്ച് ഫ്രെയിമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഈ വീടിൻ്റെ മറ്റ് സ്ഥലങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും മുന്നത്തെ പോലെ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ സമീപിക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷം. നന്ദി.